എന്താ അത് മോളെ? ഒരു ഇന്റർവ്യൂ കാർഡാണ് അച്ഛാ. വനിതാ പോലീസിലേക്ക്. പോലീസിലേക്കോ? ഇനി അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ അച്ഛാ. എന്നാ മോളെ പോണ്ടത്? തിങ്കളാഴ്ച. വഴിച്ചെലവിന് ഇനി ആരുടെ കാലാ പിടിക്കുക? അയ്യോ മോളെ, കുഴമ്പിരിപ്പോട്ടോ കുപ്പിയില്. അയ്യോ. ഉണ്ണി വരട്ടെ അച്ഛാ, ഒന്നുകൂടെ വൈദ്യരുടെ അടുത്തേക്ക് അയച്ചു നോക്കും. അയ്യോ. ഇതൊക്കെ മാരാർ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ്. ഇത്തവണ ദൈവകടാക്ഷം കൊണ്ട് എന്റെ മൂക്ക് ജോലി കിട്ടും. പറഞ്ഞിട്ടെന്താ കാര്യം? കാശ് വേണ്ടേ? മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നതല്ല. ആവുന്ന കാലത്ത് ചെണ്ടയും മദ്ദളും ഒക്കെ ആയിട്ട് നടന്നു. സമ്പാദിക്കാൻ സാധിച്ചത് പട്ടിണി മാത്രം. ശരി, ഇതൊന്നും ഉണ്ടായിട്ട് തരുന്നതല്ല. ഇനിയും വന്നെന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല. ആ, ജോലി കിട്ടുന്നത് വരെ എന്റെ കുട്ടികൾക്ക് കുറച്ച് നൃത്തം പഠിപ്പിച്ചു കൊടുക്കാൻ മകളോട് പറയും. ഓ, എന്താ നന്ദിനി, ഈ തെങ്ങോല വെട്ടിലും തീയൂതിലും ഒക്കെ നിർത്തിയിട്ട് വല്ല ജോലിയും ചെയ്യണ്ടേ? ശനിദശ ഒഴിഞ്ഞു തോന്നുന്നു. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചതിന്റെ ഇന്റർവ്യൂ കാർഡ് വന്നു. ഓ ഗുഡ്. ഉണ്ണിയും കൊണ്ട് ഞാനിപ്പോ പോവും. പോലീസ് വേഷത്തിൽ നന്ദിനിയെ കാണാൻ നല്ല തമാശ ആയിരിക്കും. നിങ്ങൾ മെയിൻ ചെയ്യുന്നത് ജോലിയായിരിക്കും. ഐ ആം സോറി, ഞാനൊരു നോവലിസ്റ്റാണ്. ഞാനും ചേനും ഒന്നിച്ച് താമസിക്കുന്നു, ഒരു പാത്രത്തിൽ ഉണ്ണുന്നു. അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ആരാ? ഞാൻ തന്നെ. സാഹിത്യം എൻ്റെ ഒരു കുലത്തൊഴിൽ, പിന്നെ ഭക്ഷണം പാകം ചെയ്യൽ എൻ്റെ ഒരു ഹോബി. അവിടുന്ന് ഇവിടുത്തെ വേലക്കാരനാണോ? ഈ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വേല ചെയ്യുന്നവൻ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നവൻ. അപ്പൊ ഓരോ മനുഷ്യനും ഈ ഓരോ അടിസ്ഥാനപരമായി, അല്ല ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇപ്പോ അന്യ രാജ്യങ്ങളിൽ അവിടെ നോക്കുകയാണെങ്കിൽ മുതലാളി തൊഴിലാളി. എന്നോട് തന്തയോട് അല്ല ഇരിക്കണായിരിക്കല്ലേ? ഇത് ആദ്യം പറഞ്ഞ് ഞാൻ കസേര കൊണ്ട് തരായിരുന്നല്ലോ. എടാ, ഒരു വീട്ടുവേലക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ? ഗോപാലൻകുട്ടി. അയ്യോ, ആഹാ, അച്ഛനും അമ്മയൊക്കെ എപ്പോ വന്നു? എടാ, ഇവർ കാപ്പി കൊടുത്തോ? കാപ്പി കൊടുക്ക ഇവരൊന്ന് ഇരുന്ന് കിട്ടണ്ടേ? ആ, പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ശവത്തിന്? അയ്യോ, അക്കാര്യം പറയാതിരിക്കാ ഭേദം. പറഞ്ഞാ കറിയോ, ഞാൻ ഇപ്പൊ കാപ്പിയുണ്ട്. ഒന്നാം രംഗത്ത് അവൾ കയറി. എന്താ ഗോപാലൻകുട്ടി, ഇങ്ങനെ ആലോചിച്ച് നീ ശരീരം കളയല്ലോ? ഞാൻ എന്ത് ചെയ്യാനാ? ദൈവം ബുദ്ധിയും ഭാവനയും എനിക്ക് കുറെ കൂടുതൽ തന്നു. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ പിതാവാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. വരുന്നേ. അയ്യോ അയ്യ, ലൈറ്റ് എഴുത്തല്ലേ? അല്ല, ഞാനന്ന് വന്ന ആ നോവൽ വായിച്ചോ? ഏത് നോവൽ? ഇരുട്ടറയിലെ ഇരട്ടക്കൊലപാതകം. അത് നോവലാണോ? അല്ല, ആ നോവലാണ്, പക്ഷെ അത് കവിതയായിട്ടും വായിക്കാം. അതാണ് എന്റെ എഴുത്തിന്റെ പ്രധാന ഒരു ശൈലി. ഇപ്പൊ ഞാൻ വേറെ കവിത എഴുതിയിട്ടുണ്ട്, വേണം ചൊല്ലി കേൾപ്പിക്കാം. മനസ്സ വാച കർമ്മ മധുരവികാരം മദന വിചാരം മന്മത കേളി നടന വികാരം ടിങ് ടിക്ക് ടിങ് ടിങ് ടിക്ക് ടിക്ക് ടിങ് ടിങ്. ഓ മതി മതി, മ്യൂസിക് ഒന്നും വേണ്ട ഇവിടെ. ഇത് സിനിമാ പാട്ടില്ലേ? സിനിമാ പാട്ടോ? അപ്പൊ ഇത് മോഷ്ടിച്ചാണല്ലോ. ആര്, നിങ്ങളോ? ഞാനല്ല, അവര്. ശരി, കേസ് കൊടുത്തളയും. അതുപോട്ടെ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എനിക്ക് അപ്പുകുട്ടിനെ ഒന്ന് കാണണം.
കുറെ സാധനങ്ങൾ വാങ്ങിപ്പിക്കണം. എന്താ വിശേഷം? സാറിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. കല്യാണക്കാര്യം സംസാരിക്കാനാണെന്ന് തോന്നുന്നു. ഉയ്യോ, ഞാൻ വന്ന കാര്യം മറന്നുപോയി. അപ്പൂട്ടെ, ആപ്പൂട്ടെ, നീ ഈ ലിസ്റ്റിൽ എഴുതിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വാ. എന്നാ സഞ്ചി, 10 രൂപ. ഇത് മതിയാവോ? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. സാധനങ്ങൾക്ക് തീ പിടിച്ചോട്ടെ, നീ ഇതൊന്ന് വാങ്ങിച്ചിട്ട് വാ. ആ ചെല്ലേ, പോ 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 പോ. സാധനങ്ങൾക്ക് തീ പിടിക്കുന്നു. തീ പിടിച്ച സാധനങ്ങൾ. ചരിത്ര സംഗീത നാടകം. നീ ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. ഞാൻ അതിന് അനാവശ്യ ചെലവൊന്നും ചെയ്യുന്നില്ല അച്ഛാ. പിന്നെ നിങ്ങളെ പോലെ തിരുമ്പി തിരുമ്പി ജീവിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ തിരുമ്മിയതുകൊണ്ടാ നീയും മോനും ചവര് പിടിക്കാതെ നടക്കുന്നത്. പിന്നെ എന്നെ അങ്ങ് പെരുവഴിന്ന് പിടിച്ചോണ്ട് വന്നതല്ലയോ? നല്ല ഒന്നാന്തരം തറവാട്ടി പിറന്നവളാ ഞാന്. നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ അവനോട് പറ. ഏതാടാ ഈ നന്ദിനി? അടുത്ത വീട്ടിലെ മാരാരുടെ മോളാ. ആ എന്താ? ഒന്നുമില്ല. ഗോപാലൻകുട്ടി, ഊണ് റെഡിയായോ? ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ചെയ്യാ? പച്ചവെള്ളം മുക്കി കൊടുത്താലോ? കറിക്ക് പകരം ഇപ്പൊ കവിത ചൊല്ലിക്കൊടുക്കാൻ പറ്റും. എടാ ഗോപാലൻകുട്ടി, എന്തോ? ഊണ് റെഡിയായോ? ചോറ് റെഡി. കറി അടുത്ത ഞായറാഴ്ച നീ ഒന്ന് വീട് വരെ വരണം. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിഞ്ഞാ മതിയോ മോനെ? നമസ്കാരം. വന്നു എന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. എന്റെ അയലോക്ക് താമസിക്കുന്ന മാരാര മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഓ, അതൊക്കെ കഴിഞ്ഞ കാലം. ഗോപാലൻകുട്ടി, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഗോപാലൻകുട്ടി, എന്തോ? ആ എന്നാ വിളമ്പി വയ്ക്ക. ആ, ഞാനിവിടെ ഇല്ല, പോയി. നടന്നു കളിപ്പൂ നീ വിശകമുണ്ടോ? പച്ചക്കറിയുടെ എന്ത് പച്ചക്കറി? ഏത് പച്ചക്കറി? എടോ, ഞാൻ പച്ചക്കറി നിന്റെ അടുത്ത് കാശ് തന്നയച്ചില്ലേ? എന്ത് കാശ്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? അല്ല, ഞാൻ അറിയാനിട്ട് നിങ്ങൾ ആരാ? അവിടെ കിടന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ആരാണ്? എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് കള്ളും കുടിച്ച് ഞാനാരാ? നിന്റെ തന്ത. അപ്പോ അമ്പലത്തിലെ കഴകം കൂടാതെ വേറെ ജോലി എന്തെങ്കിലും? ഒന്നുമില്ല. എന്താടാ മോനെ നിന്റെ ഗോപാലന്റെ വിഭവങ്ങള്? ആ, അപ്പോഴേ ഞാൻ ഇറങ്ങട്ടെ. ആട്ടെ, പോണ വഴിക്ക് വീട്ടിൽ കയറിയിട്ടേ പോകാവൂ, മറക്കരുത്. ഓ. ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ചെയ്യാ? ബാ, നമുക്ക് വല്ല ഹോട്ടലിലും ബാ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, ചോറ് മാത്രമേ തയ്യാറുള്ളൂ. എനിക്കത് വന്നപ്പോഴേ തോന്നിയതാ. എടാ, വാലിക്കാരെയൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണം. അവൻ നിന്റെ വാലിക്കാരനോ നീ അവന്റെ വാലിക്കാരനോ? വാ, നമുക്ക് ഈ അടുത്ത കടയിൽ വല്ലതും കിട്ടുമോ നോക്കാം. വാ. ശരിയാ, വിശക്കുന്നു. ലക്ഷണം കേട്ട് തന്തന്റെ കാലിവിടെ എടുത്ത് കുത്തിയപ്പിടിക്ക്. മനസ്സിലായി? എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. കുറെ കാലമായി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കണം. വെളുത്തേടന്റെ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ സമയമില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി. ഒന്നിനും നേരമില്ല. നമുക്ക് പോകണ്ടേ? രണ്ടെണ്ണത്തിന് പഠിപ്പിച്ചെടുക്കാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടു എന്നറിയാമോ? ഒരുത്തൻ ഇങ്ങനെയായി. ഇനി ഇത് താഴേണ്ട ഒരുത്തൻ, ഒരു കുരുകുരുത്തം കിട്ടവൻ. അവന്റെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. മൂത്തവളാ ഓഹോ, എന്റെ കൂടെ പറഞ്ഞയച്ചതാ. ഭർത്താവിന് എന്താ കുട്ടി ജോലി? അതൊക്കെ പറയാതിരിക്കുക.